കൂട്ടുകാരെ, സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയപ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരു പർവ്വതം ഉയർന്നു വരികയും തന്നിൽ അല്പസമയം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകുവാൻ ഹനുമാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതാണ് ആ പർവ്വതമെന്നറിയാമോ? അങ്ങനെ ഉയർന്നു വരുവാനുള്ള കാരണം എന്തായിരിക്കാം? കൃതയുഗത്തിൽ ലോകത്തിലുള്ള എല്ലാ പർവ്വതങ്ങൾക്കും ചിറകുണ്ടായിരുന്നു. എല്ലാ പർവ്വതങ്ങളും വായുവേഗത്തിൽ ഗരുഡനെപ്പോലെ അങ്ങിങ്ങായി പറന്നു നടന്നു. അവ തലയിൽ വീഴുമെന്ന് മുനിമാരും ദേവകളും ഭയപ്പെട്ടു. ദേവന്മാർ കൂടിയാലോചന നടത്തി ഇതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് ദേവേന്ദ്രനെ തിരഞ്ഞെടുത്തു. ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധമെടുത്ത് പർവ്വതങ്ങളുടെ ചിറകുകൾ വെട്ടിവീഴ്ത്തി. മൈനാകപർവ്വതം എന്നൊരു പർവ്വതം വായുദേവൻ്റെ സുഹൃത്തായിരുന്നു. മൈനാകപർവ്വതത്തിൻ്റെ ചിറകു വെട്ടാൻ ഇന്ദ്രൻ വന്നപ്പോൾ വായുഭഗവാൻ അതിനെയെടുത്ത് അതിവേഗതയിൽ പറന്ന് സമുദ്രത്തിലെ ഉപ്പുജലത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് വായുപുത്രനായ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയപ്പോൾ മൈനാകപർവ്വതം വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നെന്ന് ഹനുമാനോട് വിശ്രമിക്കുവാൻ ആവശ്യപ്പെട്ടത്.